വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. UDF-ന് വേണ്ടി സിറ്റിംഗ് MP ഹൈബി ഈഡൻ തന്നെയാണ് രംഗത്തിറങ്ങിയത്. LDF-ന് വേണ്ടി KJ ഷൈൻ എന്ന പുതുമുഖത്തെ CPM പരീക്ഷിക്കുകയും ചെയ്തു. ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന പരിചയസമ്പന്നനെയാണ് NDA കളത്തിലിറക്കിയത്. ലെബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ലെബി, ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാനാകും ഇത്തവണയും എന്ന പ്രതീക്ഷ പുലർത്തുന്നു. KJ ഷൈൻ ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് LDF-ന് വേണ്ടി. ഡോക്ടർ KS രാധാകൃഷ്ണനും ഒട്ടും പുറകിലായിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കിയ, ആലപ്പുഴയിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ആളാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും മണ്ഡലം മാറി ചിന്തിക്കാനുള്ള ഒരു സാധ്യതയില്ലെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളും എക്സിറ്റ് പോൾ ഫലങ്ങളും എല്ലാം വരുന്നത്. പക്ഷേ എത്രത്തോളം വോട്ട് ശതമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? വിനീത, UDF-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉറച്ച കോട്ടകളിൽ ഒന്നായാണ് എറണാകുളത്തെ കണക്കാക്കുന്നത്. ഇക്കുറിയും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും എറണാകുളം വലിയ മുന്നേറ്റം എക്കാലവും നടത്തുന്നതാണ്. അതേ രീതിയിലുള്ള മുന്നേറ്റം നടത്താനാകുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ 1,70,000 വോട്ടുകൾക്കാണ് അന്ന് P രാജീവിനെ ഹൈബി ഈഡൻ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ NDA-യുടെ അൽഫോൺസ് കണ്ണന്താനമാണ് മത്സരിച്ചത്. അന്ന് 1,38,000 വോട്ടുകൾ BJP-യും നേടിയിരുന്നു. ഇത്തവണ ഒരു പരീക്ഷണം LDF നടത്തിയിട്ടുണ്ട്. ഹൈബി ഈഡനെ തന്നെ UDF കളത്തിലിറക്കിയപ്പോൾ ഹൈബിയോട് ഏറ്റുമുട്ടാൻ KJ ഷൈനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം കൂടി കണക്കാക്കേണ്ടതുണ്ട്. എറണാകുളം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള 16 ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നിട്ടുള്ള 16 ലോക്സഭാ മത്സരങ്ങളിൽ 3 തവണ മാത്രമാണ് ലത്തീൻ സഭയ്ക്ക് പുറമെ നിന്നുള്ള ഒരാൾ വിജയിച്ച് കയറിയിട്ടുള്ളത്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആ സമുദായ അംഗത്തെ കൂടിയാണ് LDF ഇത്തവണ കളത്തിലിറക്കി പുതിയൊരു പരീക്ഷണത്തിന് വേദിയൊരുക്കിയത്. അത്തരമൊരു സാഹചര്യമാണ് LDF ഒരുക്കിയത്. അതിലൊരു പരിധിവരെ വിജയിച്ചു എന്നും പറയാം. നല്ല മുന്നേറ്റം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ KJ ഷൈൻ ഉണ്ടാക്കുകയും ചെയ്തു. NDA-യുടെ കാര്യമാണെങ്കിൽ NDA-യും നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ വളരെ പരിചയസമ്പന്നതയുള്ള ആളാണ്. വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാൻ കെൽപ്പുള്ള ഒരാളാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. അത്തരത്തിൽ വലിയ മത്സരമാണ് നടന്നത്. എങ്കിൽ പോലും അത്യത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഒരു കുറവൊന്നും UDF പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ പറയാൻ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുവരെ നടന്ന 16 മത്സരങ്ങളിൽ 3 തവണ മാത്രമാണ് UDF-ന് മണ്ഡലം കൈവിട്ടു പോയത് എന്നുള്ളൊരു രാഷ്ട്രീയ ചരിത്രം കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വിനീത, ശരി. ലെബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഹൈബി ഈഡൻ തന്നെ ജയിച്ച് കയറിയേക്കാമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ മണ്ഡലത്തിലെ പൊതുവായ നിലയും അതുതന്നെയാണെന്ന് ലെബി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ KJ ഷൈനും ഡോക്ടർ KS രാധാകൃഷ്ണനും തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. മറ്റ് മണ്ഡലം